വട്ടിയൂർക്കാവ് പക്ഷേ ആസ്ട്രേലിയക്ക് എവിടെയും ഉണ്ടായിട്ടില്ല അല്ലെ, ഒരു സമയത്ത് പോലും. വലിയ പ്രതീക്ഷയുള്ള ഒരു സ്ഥലമായിരുന്നു വട്ടിയൂർക്കാവ്. കഴിഞ്ഞ തവണയൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നതാണ്. പക്ഷേ ഒരു പോയിന്റിൽ പോലും ഇത്തവണ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ അതുപോലെ തന്നെയാണ് എനിക്കൊന്ന് നേമത്ത് ശബരിനാഥൻ ഏതെങ്കിലും സമയത്ത് വന്നിരുന്നു? ഇല്ല, ശബരിനാഥൻ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. നേമത്ത് വി ശിവൻകുട്ടിയാണ് ആദ്യം ലീഡ് ചെയ്തെങ്കിൽ പിന്നീട് അത് രാജീവ് ചന്ദ്രശേഖരായിരുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് TJ വിനോദാണ് എറണാകുളത്ത് മുന്നിൽ ഇപ്പോഴും ഉള്ളത്. തലശ്ശേരി കാരായ രാജൻ തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. UDF 89, LDF 48. കാരായരാജന്റെ ലീഡൊക്കെ വല്ലാണ്ട് ഉയരുന്നുണ്ട്, 10,000-ലധികം പോകുന്നുണ്ട്. മുഹമ്മദ് റിയാസിന്റെ ലീഡ് കിതയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുതിച്ചത് അദ്ദേഹമാണ് ആദ്യം തൊട്ടേ, പക്ഷേ അതൊന്നും കാണുന്നില്ല. ഇപ്പോൾ നാദാപുരത്തും LDF ആണ് ലീഡ് ചെയ്യുന്നത്. കെ സുരേന്ദ്രൻ വീണ്ടും പിന്നിലായിട്ടുണ്ട്. ഒരു ഘട്ടത്തിലൊക്കെ മുന്നിൽ നിന്നതായിരുന്നു, പക്ഷെ ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. NDA 3 സീറ്റ് എന്നുള്ളതാണ്. എനിക്കൊന്നും തിരുവല്ല ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത്. മഞ്ചേശ്വരത്ത് എനിക്കൊന്നും വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ AK മഷ്റഫ് ജയിച്ചത്. ഇത്തവണ അങ്ങനെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ലീഡ് ചെയ്ത്. പക്ഷെ കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡും അല്ലെ, അശ്വിനി അവരുടെ ഇടയ്ക്ക് വരെയും മുന്നിൽ വന്നിരുന്നു, പക്ഷെ പിന്നീട് പിന്നോട്ട് പോയിട്ടുണ്ട്. 90 തന്നെയാണ് ഇപ്പോൾ UDF ഉള്ളത്. LDF 47, NDA 3 എന്നുള്ളതാണ് കണക്ക്. തളിപ്പറമ്പിൽ PK ശ്യാമള പിന്നിലാണ് എന്നുള്ളതാണ്. TK ഗോവിന്ദൻ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് PK ശ്യാമളയെ പിന്നിലാക്കി TK ഗോവിന്ദൻ മുന്നിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ സീറ്റിലേക്കാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്താണ് ധർമ്മടത്ത് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചതെന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുന്നതും ധർമ്മടത്തേക്ക് നോക്കിയാണ്. ധർമ്മടത്ത് എന്താണ് സംഭവിക്കുന്നത്? ഉമാ തോമസ് തുടക്കം മുതൽ ലീഡ് ചെയ്യുന്നത് UDF-നെ സംബന്ധിച്ച് വലിയൊരു വിജയമാണ്. മുഖ്യമന്ത്രിയെ പിന്നിലേക്കാക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ അത് വലിയൊരു വിജയമായി തന്നെ UDF-ന് കരുതാമെന്ന് തോന്നുന്നു. അത് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പോലെ ഒരു മണ്ഡലത്തിലൊക്കെ പിണറായി വിജയൻ പിന്നോട്ട് പോകുന്നു, അടിപതർന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലിയൊരു ജനവികാരം അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശോഭാ സുരേന്ദ്രന്റെ ലീഡ് കുറയുന്നുണ്ട്. പാലക്കാട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണം. പാലക്കാട് ഇതുപോലെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരിടമാണ് പാലക്കാട്. കാരണം പാലക്കാട് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിവാദത്തിനപ്പുറത്തേക്ക് അവിടെ ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്. BJPക്ക് അടിവേരുള്ള മണ്ണാണ്. അവിടെ വലിയ ചർച്ചയായതാണ്. ഷാഫി ഫാക്ടറുണ്ട് UDF-നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതെല്ലാം എന്താവും എന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.